എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ 4-5 തീയതികളിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സിവിൽ പോലീസ് ഓഫീസർ ആകുവാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ടാലന്റ് അക്കാദമി സിവിൽ പോലീസ് ഓഫീസറിനായുള്ള റെക്കോർഡഡ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ കോഴ്സിന്റെ പ്രത്യേകതകളെന്ന് നമുക്ക് നോക്കാം. 200 മണിക്കൂറിന് മുകളിൽ പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടാവും. ടോപ്പിക് വൈസ് ഫുൾ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഡെഡിക്കേറ്റഡ് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ നിങ്ങൾക്കുണ്ടാവും. 200 മുകളിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ കോഴ്സിലൂടെ നീളം കണ്ടിന്യൂസ് മെന്റർ സപ്പോർട്ടും ഉണ്ടാവും. അപ്പം അഡ്മിഷനെ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. സിവിൽ പോലീസ് ഓഫീസറിനായുള്ള റാങ്ക് ഫയൽ ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട്. പൂർണ്ണമായും സിലബസ് അധിഷ്ഠിതമായി മുൻവർഷ ചോദ്യപേപ്പറുകളെ ആധാരമാക്കിയിട്ടാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ റാങ്ക് ഫയൽ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഈ പുസ്തകം അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പുസ്തകം പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായി പഠിക്കുവാൻ പോകുന്നത് ഒരു നിയമന വാർത്തയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആദ്യത്തെ വനിതാ കമ്മീഷണർ ആരാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നു. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആദ്യത്തെ വനിതാ കമ്മീഷണർ ആരാണ്? അശ്വനി ഭിഡെയാണ്. ആരാണ്? അശ്വനി ഭിഡെയാണ് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആദ്യത്തെ വനിതാ കമ്മീഷണറായി നിയമിതയായത്. ആരാണ്? അശ്വനി ഭിഡെ. ഇനി അശ്വനി ഭിഡയ്ക്കുള്ള പ്രശസ്തമായ ഒരു അപരനാമമുണ്ട്. ആ അപരനാമം കൂടെ നമുക്ക് പഠിക്കേണ്ടേ. മെട്രോ വുമൺ. എന്താണ്? മെട്രോ വുമൺ എന്നാണ്. മെട്രോ വുമൺ എന്നാണ് ആര് അറിയപ്പെടുന്നത്? അശ്വനി ഭിഡെ അറിയപ്പെടുന്നത്. എന്താണ് അശ്വനി ഭിഡയുടെ വാർത്താ പ്രാധാന്യം? ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആദ്യത്തെ വനിതാ കമ്മീഷണർ ആണ് ആര്? അശ്വനി ഭിഡെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആദ്യത്തെ നിയമന വാർത്ത എന്താണ്? BMCയുടെ ആദ്യത്തെ വനിതാ കമ്മീഷണറായി നിയമിതയായത് ആരാണ്? അശ്വനി ഭിഡെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ നിയമന വാർത്ത ഏതാണ്? രാജ്യത്തെ വിമാന സർവീസ് കമ്പനി ഇൻഡിഗോയുടെ പുതിയ മേധാവിയായി നിയമിതനായത് ആരാണ്? വില്യം വാൾഷ്. ആരാണ്? വില്യം വാൾഷ് ആണ് ഇൻഡിഗോയുടെ പുതിയ മേധാവിയായി നിയമിതനായത്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. രാജ്യത്തെ വിമാന സർവീസ് കമ്പനി ഇൻഡിഗോയുടെ പുതിയ മേധാവിയായി നിയമിതനായത് ആരാണ്? വില്യം വാൾഷ് ആണ്. നിലവിൽ അദ്ദേഹം IATA ഡയറക്ടർ ജനറൽ ആണ്. IATA. എന്താണ് IATA പൂർണ്ണ രൂപം? ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. എന്താണ്? ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു ആര്? വില്യം വാൾഷ്. അപ്പൊ നമ്മൾ പഠിച്ച രണ്ടാമത്തെ നിയമന വാർത്ത ഏതാണ്? രാജ്യത്തെ വിമാന സർവീസ് കമ്പനി ഇൻഡിഗോയുടെ പുതിയ മേധാവിയായി നിയമിതനായത് ആരാണ്? വില്യം വാൾഷ്. മറ്റൊരു നിയമന വാർത്ത കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. 2026 മ്യാൻമറിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2026 മ്യാൻമറിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നമുക്ക് പഠിക്കാം. മിൻ ഓങ് ലെയ്ങ്. ആരാണ്? മിൻ ഓങ് ലെയ്ങ് ആണ് 2026 ഏത് രാജ്യമാണ്? മ്യാൻമറിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പേര് ഒരിക്കൽ കൂടി ആവർത്തിക്കാം. മിൻ ഓങ് ലെയ്ങ്. അപ്പൊ നമ്മൾ പഠിച്ച മൂന്നാമത്തെ നിയമന വാർത്ത മ്യാൻമർ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ പേര്? മിൻ ഓങ് ലെയ്ങ്. ഇനി നമുക്ക് ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട വാർത്ത പരിശോധിക്കാം. ടൈഡ്സ് ഓഫ് ടൈം ഭാരത് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെന്റ് എന്ന പുസ്തകം രചിച്ചത് ആര്? എന്താണ്? ടൈഡ്സ് ഓഫ് ടൈം ഭാരത് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെന്റ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? നമ്മൾ പഠിക്കുവാൻ പോകുന്നു. ആരാണ്? സുധാമൂർത്തിയാണ്. ആരാണ്? സുധാമൂർത്തിയാണ്. എന്താണ് ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ? ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ടൈഡ്സ് ഓഫ് ടൈം ഭാരത് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെന്റ്. ഇനി ഈ പുസ്തകം പ്രകാശനം ചെയ്തത് ആരാണെന്ന് കൂടെ നമുക്ക് പഠിക്കേണ്ടേ. നിലവിലെ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായ CP രാധാകൃഷ്ണനാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. എന്താണ് ഈ പുസ്തകത്തിന്റെ പ്രമേയം? ഇന്ത്യൻ പാർലമെന്റിലെ പഴയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരമായ സംവിധാൻ സദനിലെ മ്യൂറൽ പെയിന്റിങ്ങിലൂടെ ഇന്ത്യൻ ചരിത്രം വിവരിക്കുന്ന ഒരു പുസ്തകമാണ് ആര് രചിച്ചത്? സുധാമൂർത്തി രചിച്ചത്. ഇനി എന്താണ് ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ? ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ടൈഡ്സ് ഓഫ് ടൈം ഭാരത് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെന്റ്.
ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വാർത്ത, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ സർവീസിൽ നിന്ന് വിരമിച്ചു. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ, അദ്ദേഹത്തിന്റെ പേര് എ ഷാജഹാൻ, സർവീസിൽ നിന്ന് വിരമിച്ചു. അപ്പോൾ എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രാധാന്യം? ഇദ്ദേഹം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു. അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചു. അതുപോലെ തദ്ദേശ സ്വയംഭരണ വാർഡ് നിർണയത്തിലേക്ക് നിർണായകമായ സംഭാവനകൾ നൽകിയതിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തത് ഇദ്ദേഹത്തിന്റെ ഒരു നിയമന കാലയളവിലായിരുന്നു. അപ്പോൾ പുതിയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് കൂടെ നമുക്ക് പഠിക്കേണ്ട, ഇദ്ദേഹം വിരമിച്ച ഒഴിവിൽ നിയമിക്കപ്പെടാൻ പോകുന്ന പുതിയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് കൂടെ നമുക്ക് പഠിക്കേണ്ടേ, AG സനൽകുമാർ. എന്താണ്? AG സനൽകുമാർ ആണ് പുതിയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത്. അപ്പോൾ നമ്മൾ പഠിച്ച വാർത്ത എന്താണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ സർവീസിൽ നിന്ന് വിരമിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ പെയിന്റിംഗ്. ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ പെയിന്റിംഗ് ഏതാണെന്ന് നമുക്ക് പരിശോധിക്കാം. യശോധയും കൃഷ്ണനും. എന്താണ്? യശോധയും കൃഷ്ണനും. ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ പെയിന്റിംഗ് ആണ് യശോധയും കൃഷ്ണനും. ഇനി ആരാണ് ഈ ചിത്രം വരച്ചത് എന്ന് കൂടെ നമുക്ക് പഠിക്കാം. ആരാണ്? രാജാ രവിവർമ്മ. ഇതിഹാസ ചിത്രകാരനായ രാജാ രവിവർമ്മയുടെ ചിത്രമാണ് യശോധയും കൃഷ്ണനും. എന്തായിരുന്നു യശോധയും കൃഷ്ണന്റെ വാർത്താ പ്രാധാന്യം? ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ പെയിന്റിംഗ് ആണ്. 167.2 കോടി രൂപയ്ക്കാണ് ഈ ചിത്രം വിറ്റുപോയത്. 167.2 കോടി രൂപയ്ക്കായിരുന്നു ഈ ചിത്രം വിറ്റുപോയത്. ആരായിരുന്നു ഈ ചിത്രം വാങ്ങിച്ചത്? വ്യവസായിയായ സൈറസ് എസ് പൂനാവാലയായിരുന്നു ഈ ഒരു ചിത്രം വാങ്ങിച്ചത്. അതുപോലെ തന്നെ ഇതിനു മുൻപ് ഏറ്റവും ഉയർന്ന വിലയ്ക്ക് സ്വന്തമാക്കിയ ചിത്രം ഏതാണെന്ന് കൂടെ, ഇന്ത്യൻ ചിത്രം ഏതാണെന്ന് കൂടെ നമുക്ക് പഠിക്കേണ്ടേ. MF ഹുസൈന്റെ ഗ്രാമയാത്ര എന്ന ചിത്രമായിരുന്നു. MF ഹുസൈന്റെ ഗ്രാമയാത്ര എന്ന ചിത്രമായിരുന്നു. എത്രയായിരുന്നു ഗ്രാമയാത്രയുടെ മൂല്യം? 118 കോടിയായിരുന്നു. 118 കോടി രൂപയ്ക്കായിരുന്നു MF ഹുസൈന്റെ ഗ്രാമയാത്ര എന്ന ചിത്രം വിറ്റുപോയത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? ഈ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ പെയിന്റിംഗ് ഏതാണ്? രാജാ രവിവർമ്മയുടെ യശോധയും കൃഷ്ണനും. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഒരു വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നമുക്ക് നോക്കാം. നികുതി സംബന്ധമായ പ്രക്രിയകൾ ലളിതവും ഉപയോക്തൃ സൗഹൃദവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ വെബ്സൈറ്റിന്റെ പേരെന്താണെന്ന് നമുക്ക് നോക്കാം. കർസാത്തി എന്നാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ പുതിയ വെബ്സൈറ്റിന്റെ പേര്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. കർസാത്തി. എന്താണ് കർസാത്തിയുടെ പ്രാധാന്യം? നികുതി സംബന്ധമായ പ്രക്രിയകൾ ലളിതവും ഉപയോക്തൃ സൗഹൃദവുമാക്കുക എന്ന ലക്ഷ്യത്തോട് ആര് ലോഞ്ച് ചെയ്ത വെബ്സൈറ്റ്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ആരാണ്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ വെബ്സൈറ്റ് ഏതാണ്? കർസാത്തി. അപ്പോൾ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? നികുതി സംബന്ധമായ പ്രക്രിയകൾ ലളിതവും ഉപയോക്തൃ സൗഹൃദവുമാക്കുവാനായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ വെബ്സൈറ്റിന്റെ പേരെന്താണ്? കർസാത്തി. കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധികളൊന്നും അടങ്ങുന്നില്ല. അപ്പോൾ കോവിഡുമായി സംബന്ധിച്ച ഒരു വാർത്ത കൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അമേരിക്കയിലും യൂറോപ്പിലും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അടുത്തിടെ ലോക ആരോഗ്യ സംഘടന നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന COVID-19 വകഭേദം ഏതാണെന്ന് നമുക്ക് പഠിക്കാം. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ വകഭേദത്തിന്റെ പേര് സിക്കാഡ എന്നാണ്. എന്താണ് സിക്കാഡയുടെ വാർത്താ പ്രാധാന്യം? അമേരിക്കയിലും യൂറോപ്പിലും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അടുത്തിടെ ലോക ആരോഗ്യ സംഘടന നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു COVID-19 പുതിയ വകഭേദമാണ് സിക്കാഡ. സിക്കാഡ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണെന്ന് നമുക്ക് പഠിക്കേണ്ടേ? സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ 2024 ആദ്യമായി എന്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? COVID-19 പുതിയ വകഭേദമായ സിക്കാഡോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിൽ 2024. നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. അമേരിക്കയിലും യൂറോപ്പിലും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അടുത്തിടെ ലോക ആരോഗ്യ സംഘടന നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന COVID-19 വകഭേദം എന്താണ്? സിക്കാഡ.
ക്യൂബ നേരിടുന്ന ഇന്ധന പ്രതിസന്ധിയെ പറ്റി വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. ഈ പ്രതിസന്ധിക്ക് പരിഹാരമായിട്ട് ഒരു സംഘടന മുന്നോട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ആ സംഘടനയുടെ പേര് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇന്ധന പ്രതിസന്ധി മൂലം ഇരുട്ടിലായ ക്യൂബയ്ക്ക് 2 മില്യൺ യൂറോ ധനസഹായമായി നൽകുന്ന സംഘടന ഏതാണ്? യൂറോപ്യൻ യൂണിയൻ ആണ് സഹായ ഹസ്തവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ധന പ്രതിസന്ധി മൂലം ഇരുട്ടിലായ ക്യൂബയ്ക്ക് 2 മില്യൺ യൂറോ, എത്രയാണ്? 2 മില്യൺ യൂറോ ധനസഹായം നൽകുന്ന സംഘടന ഏതാണ്? യൂറോപ്യൻ യൂണിയൻ ആണ്. മറന്നു പോകരുത്, യൂറോപ്യൻ യൂണിയൻ. ഇനി നമുക്ക് കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടെ ചർച്ച ചെയ്യാം. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ദക്ഷിണാഫ്രിക്കൻ താരത്തിന്റെ പേരാണ് ഞാൻ അടുത്തായി പറയാൻ പോകുന്നത്. റാസി വാൻഡർ ഡസൻ ആയിരുന്നു അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയ ദക്ഷിണാഫ്രിക്കൻ ബാറ്റർ. എന്താണ്? റാസി വാൻഡർ ഡസൻ. അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിൽ തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ, ഓൾ ഫോംസ് ഓഫ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ താരം ആരായിരുന്നു? റാസി വാൻഡർ ഡസൻ. ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുടെ ഡേറ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കുവാനായിട്ട് ടാലന്റ് അക്കാദമി ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിരിക്കുന്നു. 3 വോളിയങ്ങളിലായിട്ടാണ് ഈ പുസ്തകം നിങ്ങളുടെ കയ്യിലെത്തുന്നത്. അപ്പോൾ ഈ പുസ്തകം പർച്ചേസ് ചെയ്യാൻ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം പർച്ചേസ് ചെയ്യാവുന്നതാണ്. പൂർണ്ണമായി സിലബസ് അധിഷ്ഠിതമായി, അതുപോലെ മുൻവർഷ ചോദ്യ പേപ്പറുകളൊക്കെ ആധാരമാക്കിയിട്ടും, അതുപോലെ SCERT NCERT പാഠഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫയൽ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ റാങ്ക് ഫയൽ സ്വന്തമാക്കി നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ഉടൻ തന്നെ ആരംഭിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച പോയിന്റുകൾ ഒരിക്കൽ കൂടി ഓർത്തെടുക്കാനുള്ള സമയമാണ്. നമ്മുടെ റാപ്പിഡ് റിവിഷന്റെ ടൈമാണ്. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആദ്യത്തെ വനിതാ കമ്മീഷണർ ആരായിരുന്നു എന്നാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത്. ആരാണ്? അത് അശ്വിനി ഭിഡയാണ്. അതുപോലെ രാജ്യത്തെ വിമാന സർവീസ് കമ്പനിയായ ഇൻഡിഗോയുടെ പുതിയ മേധാവിയായി നിയമിതനായ വ്യക്തിയുടെ പേര് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പേര് വില്യം വാൾഷ്. എന്താണ്? വില്യം വാൾഷ്. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത നിയമന വാർത്ത 2026 മ്യാൻമറിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു എന്നായിരുന്നു. ആരായിരുന്നു? മിൻ ഓങ് ലെയിൻ ആയിരുന്നു. അതുപോലെ തന്നെ ടൈഡ്സ് ഓഫ് ടൈം ഭാരത് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെന്റ് എന്ന പുസ്തകം രചിച്ചത് ആരായിരുന്നു എന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. ആരായിരുന്നു അത്? സുധാമൂർത്തി രചിച്ച പുസ്തകമാണ് ടൈഡ്സ് ഓഫ് ടൈം ഭാരത് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെന്റ്. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് ഒരു വിരമിക്കൽ വാർത്തയായിരുന്നു. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ സർവീസിൽ നിന്ന് വിരമിച്ച കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതുപോലെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ പെയിന്റിങ്ങിന്റെ പേര് നമ്മൾ പഠിച്ചിരുന്നു. യശോധയും കൃഷ്ണനും. പിന്നീട് നമ്മൾ പഠിച്ചത് ഒരു വെബ്സൈറ്റിനെ പറ്റിയുള്ള വിവരങ്ങളായിരുന്നു. നികുതി സംബന്ധമായ പ്രക്രിയകൾ ലളിതവും ഉപയോക്തൃ സൗഹൃദവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച വെബ്സൈറ്റ് ഏതായിരുന്നു? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് കർസാത്തി. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് അമേരിക്കയിലും യൂറോപ്പിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അടുത്തിടെ ലോക ആരോഗ്യ സംഘടന നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന COVID-19 വകഭേദത്തെ പറ്റിയാണ്. ഇപ്പോൾ നമുക്കറിയാം അതിന്റെ പേര് സിക്കാഡ എന്നാണ്. അതുപോലെ ഇന്ധന പ്രതിസന്ധി മൂലം ഇരുട്ടിലായ ക്യൂബയ്ക്ക് 2 മില്യൺ യൂറോ ധനസഹായമായി നൽകിയ സംഘടനയുടെ പേര് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്കറിയാം അത് യൂറോപ്യൻ യൂണിയൻ ആണ്. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത ഒരു കായിക വാർത്ത, അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ദക്ഷിണാഫ്രിക്കൻ താരം ആരായിരുന്നു എന്നാണ്. നമുക്കറിയാം അത് റാസി വാൻഡർ ഡസൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ഓൺ എർത്ത് അസ് ഇറ്റ് ഈസ് ബെനീത്ത് എന്ന നോവൽ രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ മീന കന്ദസ്വാമി, ഓപ്ഷൻ ബി അന പൗല മായ, ഓപ്ഷൻ സി അരുന്ധതി റോയ്, ഓപ്ഷൻ ഡി ഹാൻ കാങ്. രണ്ടാമത്തെ ചോദ്യം, സാമ്രാട്ട് സംപ്രതി മ്യൂസിയം നിലവിൽ വന്നത്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. 2025 ലോക ആർച്ചറി അവാർഡ്സിൽ ഏറ്റവും മികച്ച പാരാ ആർച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? ഓപ്ഷൻ ബി ശീതൾ ദേവി ആയിരുന്നു 2025 ലോക ആർച്ചറി അവാർഡ്സിൽ ഏറ്റവും മികച്ച പാരാ ആർച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. രണ്ടാമത്തെ ചോദ്യം, ആദ്യമായി ലേ സന്ദർശിക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു എന്നാണ്. ഓപ്ഷൻ ഡി സൂര്യകാന്ത്. ഓപ്ഷൻ ഡി സൂര്യകാന്ത് ആണ് ആദ്യമായി ലേ സന്ദർശിക്കുന്ന സുപ്രീം കോടതി ജഡ്ജി. ഇന്ന് പഠിച്ച ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ